Bismillahir Rahmanir Rahim. In the name of Allah, the Beneficent, the Merciful. Assalamu alaikum warahmatullahi wabarakatuh. Alhamdulillah, Allahumma salli ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in, amma ba'd. തവക്കുലാക്കുക എന്നത് വിശ്വാസിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ ഈമാൻ വർദ്ധിക്കുന്ന ഘട്ടവും അള്ളാഹുവിൽ തവക്കുലാക്കലാണ്. നമ്മുടെ സമൂഹത്തിൽ പ്രതിസന്ധികൾ ആർക്കും ഉണ്ടാവും, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ആ സമയത്ത് വെല്ലുവിളികളുടെ മുമ്പിൽ പകച്ചു നിൽക്കാതെ, പതറാതെ ആ വിഷയത്തെ നേരിടാനും അത് ഏറ്റെടുക്കാനും സാധിക്കുന്നതാണ് ഈമാനുള്ളൊരു മനുഷ്യന് സാധിക്കുന്നത്. പലപ്പോഴും പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ചിലരൊക്കെ ചെയ്യുന്നത്, അഭയം പ്രാപിക്കുന്നത് ആത്മഹത്യയിലാണ്. അത് ജീവിതത്തിൽ കൊണ്ടുള്ള ഒളിച്ചോട്ടമാണ്. ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല. ഏതൊരു വിഷയങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും അതിൻ്റെ മുമ്പിൽ അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മർമ്മപ്രധാനമാണ്. മനുഷ്യന് കഴിയുന്ന ഒരു കഴിവുമില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു തള്ളവിരൽ അനക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ്. പടച്ച റബ്ബിൻ്റെ കഴിവില്ലാതെ മനുഷ്യനൊന്നും ചെയ്യാൻ സാധ്യമല്ല. അവൻ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ഖദർ ഖലാവുമായി ബന്ധപ്പെട്ട് പടച്ച റബ്ബിൻ്റെ സഹായം അവനിൽ വർഷിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അവൻ അനങ്ങാനും അടങ്ങാനും അവന് സാധിക്കൂ. മനുഷ്യൻ്റെ ചെയ്തികൾ മുഴുവനും അള്ളാഹുവുമായി ബന്ധപ്പെട്ട പടച്ച റബ്ബിൻ്റെ ഖലായിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവന് പ്രതിസന്ധികൾ വന്നാലും അത് അള്ളാഹുവിൽ നിന്നുകൊണ്ടാണ് എന്ന ബോധത്തോടുകൂടി റബ്ബ് തരുന്ന ഏതു പരീക്ഷണത്തെയും അതിജയിക്കാനും ഞാൻ സന്നദ്ധനാണ് എന്നൊരു ഈമാന്റെ കെട്ടുറപ്പുണ്ട്, ഒരു ഈമാന്റെ ശക്തമായിരിക്കുന്ന ഉറപ്പുണ്ട്. അതായിരിക്കണം ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് പകച്ചു നിൽക്കാൻ പാടില്ല. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് എറിയപ്പെടുന്ന സമയത്ത് പറയുന്നു, അങ്ങക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്നതിന് എന്നെ രക്ഷപ്പെടുത്തണം എന്നല്ല പറഞ്ഞത്. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന അചഞ്ചലമായ തവക്കുലിന്റെ വചനമാണ്. എനിക്ക് അല്ലാഹ് മതി, ഭരമേൽപ്പിക്കാൻ അള്ളാഹുവാണ് ഏറ്റവും ഉത്തമൻ എന്ന സന്ദേശമാണ്. അതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. ഏതൊരു സംഗതിയും അള്ളാഹുവിനെ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഖുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഏതൊരു കാര്യം അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയെ പറയുക, അള്ളാഹു കണക്കാക്കപ്പെടാത്തൊന്നും എനിക്ക് ഭവിക്കുകയില്ല. അള്ളാഹു തീരുമാനിച്ചതല്ലാതെ ഒന്നും എന്നിലേക്ക് ഇറങ്ങി വരില്ല. എന്നിൽ വരുന്നത് മുഴുവനും പടച്ചവനെ കണക്കാക്കുന്നതാണ്, ഞാനത് ഏറ്റെടുക്കുന്നവനാണ് എന്നുണ്ടാവണം. പടച്ചവനെ തവക്കുലാക്കിയാൽ ഏത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്. രാവിലെ പക്ഷി പുറത്തിറങ്ങുന്നത് വിശന്നൊട്ടിയ വയറുമായി കൊണ്ടാണ്, എന്നാൽ ആ പക്ഷി വയറ് നിറച്ചുകൊണ്ടാണ് തൻ്റെ കൂടണയുന്നത്. ഇതായിരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ആ വിശ്വാസി പുറത്തിറങ്ങുന്ന സമയത്ത് അള്ളാഹുൽ തവക്കുലാക്കിയാൽ അവൻ ആവശ്യമാകുന്ന ഏതും അള്ളാഹു കൊടുക്കാൻ സന്നദ്ധനാണ്. അതാണ് തവക്കുൽ. എന്നാൽ തവാക്കുൽ എന്ന് പറയുന്ന മറ്റൊരു സംഗതിയുണ്ട്. മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാകുന്ന ഒരു ഘട്ടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വളരെ സുതാര്യമായി വ്യക്തമാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞത്, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മരുഭൂമിയിൽ ഒരു മനുഷ്യൻ തൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് വേണം, മരുഭൂമി എന്നല്ല ഏത് സ്ഥലത്തായാലും മൃഗത്തെ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് വേണം അള്ളാഹുവിൽ തവക്കുലാക്കാൻ. പടച്ചവൻ എൻ്റെ ജോലി കെട്ടിയിടലാണ്, ഞാൻ എൻ്റെ ജോലി ചെയ്തു, ഇനി നീ ഇതിനെ രക്ഷിക്കുകയും ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യണേ എന്ന് റബ്ബിൽ തവക്കുലാക്കി അവന് പോകാം. നേരെ മറിച്ച് ഒട്ടകത്തെ അലയാൻ വിട്ട് അതൊരു ഭദ്രമായി കുറ്റിയിൽ പോലും കെട്ടാതെ പടച്ചോനെ എൻ്റെ ഒട്ടകത്തെ ഞാൻ നിന്നെ തവക്കുലാക്കി എന്ന് പറയുന്നത് തവാക്കുലാണ്, അത് തവക്കുലല്ല. ചെയ്യേണ്ട പണി ചെയ്യണം. വീട്ടിൽ നിന്ന് കൂടിറങ്ങിക്കൊണ്ട് പക്ഷി ഇര തേടി പുറത്തിറങ്ങുമ്പോഴേ അവൻ്റെ ഇര അള്ളാഹു നൽകുന്നുള്ളൂ. കൂട്ടിലിരുന്നു കൊണ്ട് പടച്ചോനെ എൻ്റെ ഭക്ഷണം കൂട്ടിലെത്തിക്കണേ, ഞാൻ പടച്ചോൻ തവക്കുലാക്കി എന്ന് പറയുന്നത് അവൻ്റെ പണി അവൻ ചെയ്യാതെ കൈയൊഴിയലാണ്. അത് തവാക്കുലാണ്, തവക്കുലല്ല. തവക്കുലിൻ്റെ അടിസ്ഥാനം താൻ ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുകയും
ബാക്കി എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന അചഞ്ചലമായ വിശ്വാസത്തിന്റെ മേഖലയാണ്. ജീവിതത്തെ കൊണ്ട് ഒളിച്ചോടരുത്. ഏത് പ്രതിസന്ധിയെ നേരിടാനുള്ള കരുത്തുണ്ടാവാൻ ഏറ്റവും നല്ല ഒറ്റമൂലി ദീൻ പഠിപ്പിക്കുന്നത്, അള്ളാഹു പഠിപ്പിക്കുന്നത് സർവ്വതും പടച്ചവനിൽ തവക്കുലാക്കുകയാണ്, അള്ളാഹുവിൽ വരമേൽപ്പിക്കുക. നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കാൻ അള്ളാഹു പ്രാപ്തനാണ്. അള്ളാഹു താല നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകട്ടെ. അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ദിവസത്തെ പ്രോഗ്രാമിന്റെ ചോദ്യം ഇതാണ്: ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നിയിലേക്ക് എറിയപ്പെടുന്ന സമയത്ത് ചൊല്ലിയ ദിക്ർ അത് ഏതാണ്? ഖുർആൻ പറഞ്ഞ ദിക്ർ അത് ഏതാണ്?